നമസ്കാരം, വണക്കം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മനുഷ്യ മനസാക്ഷിയെ വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. സംഭവം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായതാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവൻ്റെ കൈ ആ വനിതാ പോലീസിൻ്റെ ഏതൊക്കെ ഭാഗത്തേക്കാണ് പോകുന്നതെന്നുള്ളത് കണ്ടാലേ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കൈ വെച്ച് ആകപ്പാടെ പരതുകയാണ്. ഇവനൊന്നും യാതൊരു ഉളുപ്പും നാണവും ഒന്നുമില്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. ഈ കാഴ്ച നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. മുമ്പൊക്കെ ആണെങ്കിൽ പിക്ക് പോക്കറ്റ്, കഞ്ചാവ് ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ തുടങ്ങി പെണ്ണുപിടിയും. വല്ലാത്തൊരു ധൈര്യം തന്നെ ഇവർക്കൊക്കെ. ഒരു സ്ത്രീയെ ബഹുമാനിക്കുവാനുള്ള ആദ്യ പാഠം പോലും ഇയാൾക്കറിയില്ല. ഇത്രയും മാധ്യമ പ്രവർത്തകരുണ്ടായിട്ടും ഒരു വനിതാ SIനെ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ വെച്ച് കയറിപ്പിടിക്കാൻ ഇയാൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? പിന്നിലൂടെ വന്ന് വനിതാ SIയെ കയറിപ്പിടിക്കുകയും വളരെ മോശമായി തന്നെയാണ് ഇയാൾ ഇത് ചെയ്തത്. എന്തായിരുന്നു ഈ സംഭവം? മിക്കവാറും എല്ലാവരും തന്നെ ഇത് കേട്ട് കാണും. പാലക്കാട് ഒരു പരിപാടിയിൽ പുതിയ KSRTC ഡിപ്പോയിൽ AC വിശ്രമമുറി ഉൾപ്പെടെ ഉള്ളതിൻ്റെ ഉദ്ഘാടന പരിപാടിയായിരുന്നു അത്. ഒരുപാട് പാർട്ടി പ്രതിനിധികളും ഉണ്ടായിരുന്നു. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ, അദ്ദേഹം കേരള കോൺഗ്രസ് ബിയുടെ നേതാവാണല്ലോ. പാലക്കാട് MLA, പിന്നെ MP, എല്ലാവരും ഒരേ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. വികസന പരിപാടിയല്ലേ, അപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇതിനു വേണ്ടിയിട്ട് നിൽക്കണമല്ലോ. ഇതിനിടയിലാണ് കുറച്ച് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി അവിടെ എന്തൊക്കെയോ അലറി വിളിച്ച് കടന്നു വന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണല്ലോ. അപ്പോൾ ഒരു പക്ഷേ BJP പ്രവർത്തകരെ ഇതിൽ നിന്നും അകറ്റി നിർത്തിയതിൻ്റെ പ്രതിഷേധ പ്രകടനമായിരിക്കാം ഇത് എന്നാണ് കരുതിയത്. അപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ ഇങ്ങനെ തൊണ്ട തുറന്ന് അലറി വിളിക്കുന്ന ഒരാളോട് മുന്നിൽ വന്ന് എന്താണ് കാര്യം എന്ന് തുറന്ന് പറയാനായിട്ട് പറഞ്ഞു. കൂടി നിൽക്കുന്ന ജനങ്ങൾ, അവിടെ ഒരുപാട് പേര് കൂട്ടമായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ ആദ്യം കാണുമ്പോൾ തോന്നും ഇതൊക്കെ BJP പ്രവർത്തകരാണെന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ വളരെ കുറച്ചൊരു 3-4 പേരൊക്കെ BJP പ്രവർത്തകരായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിയാതെ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രകടനം. അപ്പോഴാണ് അറിയുന്നത് കുറച്ച് ഗൗരവമേറിയ എന്തോ പ്രശ്നങ്ങൾ മന്ത്രിയുമായിട്ട് പങ്കുവെക്കാനാണ് ഇവർ വന്നതെന്നും ഇത് എന്താണെന്ന് അറിയാനായിട്ട് മന്ത്രി കാത്തു നിന്നു. ഇങ്ങനെ തുടർന്ന പ്രതിഷേധം അവസാനം എത്തിയത് വനിതാ SIയെ കയറി പിടിക്കുന്നതിലായിരുന്നു. പണ്ട് കാലത്തൊക്കെ സമരങ്ങൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം സമരത്തിന് പിന്നിൽ ന്യായമായിട്ടുള്ള കാരണങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് കാരണമൊന്നും വേണ്ട പ്രതിഷേധിക്കാൻ. ഒരു കാരണവുമില്ലാത്ത പ്രതിഷേധങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഇതിൽ മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന വലിയൊരു ഉദ്ദേശം കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ മന്ത്രി ചെയ്തത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. അടുത്ത് വിളിച്ച് അദ്ദേഹം കാര്യം തിരക്കി. പക്ഷേ അന്വേഷിച്ചപ്പോഴേക്കും ഇവർക്ക് പറയാനായിട്ട് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഉദ്ഘാടനം ചെയ്ത് ഫീഡിംഗ് റൂം അതിനകത്തുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത്? ബസ്സുകൾ മുഴുവൻ റോഡിലെ പാർക്ക് ചെയ്യുന്നത്. ഈ കെട്ടിടത്തെ നമ്പർ ഇട്ട് അനധികൃത കച്ചവടം നടക്കണം. പാർക്കിങ്ങിന് ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ അനധികൃത. അതിനെങ്ങനെ നമ്പർ കൊടുക്കാൻ പറ്റുക? ഈ ഒരു നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. അവർക്ക് ഇല്ലല്ല, മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടില്ല. അവർ കോടതിയിൽ ചെയ്തിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിച്ചാൽ മന്ത്രി പറയും. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം. അവർക്ക് ടെമ്പററി നമ്പർ ഇട്ട് കൊടുത്ത മുനിസിപ്പാലിറ്റിയാണ്, കോടതിയല്ല. ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ടാത്ത മുനിസിപ്പാലിറ്റിയാണ്. നിങ്ങൾ ചെയർമാനോട് ഞാൻ ചോദിച്ചു, വയലേഷനുമില്ല. ഇവരവിടെ ഇരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞു. മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർ ഇട്ട് തരില്ല എന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്.
ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതി ഇവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ അമ്മര് കാശ് വാങ്ങിക്കുന്നില്ല. ഇവിടെ മറുപടി ജനങ്ങൾ ഓടിപ്പോണ വഴിയിലാണ്. നേരെ ചൊവ്വേ ചോദിച്ച ചോദ്യങ്ങൾക്ക് പറയാനുള്ള ഉത്തരം പോലും ഇല്ല. ഉത്തരം മുട്ടി പ്രതിഷേധം എന്ന വിളി മാത്രമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞാണ് ഇവര് വനിതാ പോലീസിനോട് പരാക്രമണം കാണിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു തരം പരാക്രമണം തന്നെയായിരുന്നു. അതും ഒരു സ്ത്രീയാണെന്ന് അറിഞ്ഞു തന്നെ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. ഇത് വീഡിയോ കണ്ടു നോക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരുപക്ഷെ ചിലരെങ്കിലും ന്യായീകരിക്കാം, ഇതിനെ എന്തോ അറിയാതെ സംഭവിച്ചു പോയതാണ്, കൈ തട്ടിയതാണ് എന്നൊക്കെ പറയാം. പക്ഷേ വീഡിയോ നോക്കിയാൽ, ശ്രദ്ധിച്ചു നോക്കുമ്പോൾ തന്നെ ഇത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് അറിയാതെ പിടിച്ചതൊന്നുമല്ല, അറിഞ്ഞ് മനഃപൂർവ്വം തന്നെ ഒരു സ്ത്രീയുടെ, അതും വനിതാ എസ്ഐയുടെ തന്നെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ കയറി പിടിക്കാനുള്ള ശ്രമമാണ് ഇയാളുടെ പക്കൽ നിന്നും ഉണ്ടായത്. മാത്രവുമല്ല, എല്ലാവരെയും മൊത്തത്തിൽ കുറ്റപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രവർത്തകർ ഇതുപോലെ തന്നെയാണ്. നല്ലവരും സമൂഹത്തിന് നന്മ ചെയ്യുന്ന പ്രവർത്തകരും ധാരാളം പേരുണ്ട്. പക്ഷേ ഇതുപോലെ സ്ത്രീകളെ ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ മോശമായിട്ട് തന്നെ ഇങ്ങനെ സ്ത്രീകളോട് പരാക്രമണമൊക്കെ കാണിക്കുന്നത് വല്ലാത്ത ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം തന്നെയായി എന്ന് പറയാം. പിന്നെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന പ്രവർത്തകരും ധാരാളം പേരുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മിക്കപ്പോഴും അനാവശ്യ കാര്യങ്ങളിൽ തലയിടുക, പ്രതിഷേധിക്കുക, പിന്നെ ക്രമസമാധാനം കളയുക, ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഉള്ള പ്രവർത്തകരുടെ സ്ഥിരം പരിപാടി. ഇനി ഇവരൊക്കെ ആണല്ലോ ഭാവിയിൽ വളർന്ന് വലിയ നേതാക്കന്മാരൊക്കെ ഒരു കാലത്ത് ഒരു പക്ഷേ ഇവരൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതിയെക്കുറിച്ചിട്ട് ചിന്തിക്കുവാനേ ഭയമായിരിക്കുന്നു സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സ്ഥിതി ആലോചിക്കുവാൻ പോലും സാധിക്കുന്നില്ല. കാരണം ഒരു വനിതാ എസ്ഐയുടെ സ്ഥിതി, അത് ഇത്രയും മീഡിയക്കാരുടെ മുമ്പിലും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും വെച്ചു ഇതൊക്കെയാണെങ്കിൽ തനിയെ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയുടെയോ യുവതിയുടെയോ സ്ഥിതി ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ. ഇത് കണ്ടപ്പോഴേക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക, കുറച്ച് കാര്യങ്ങൾ അത് ആവശ്യമായിട്ട് തോന്നിയത് കൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാണ്. നിങ്ങളും ഇത് കണ്ടവർ ഒരുപാട് പേരുണ്ടാകും, അറിഞ്ഞവരും ഉണ്ടാവും. എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വേറെ ഒരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.